ഹലോ അംബേസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ കൊറോണ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതലായിട്ട് എല്ലാ മെമ്പേഴ്സും വീട്ടിലിരിക്കുമ്പോൾ എങ്ങനെ സൂമിലൂടെ 1-to-1 പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. അതിന് ആദ്യമായിട്ട് സൂം ആപ്പ് പ്ലേ സ്റ്റോറിൽ പോയി ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഈ രീതിയിലുള്ള സിമ്പലോട് കൂടി സൂം അഥവാ നീല ആ ഒരു ഇതിനകത്ത് ഒരു വൈറ്റ് സൂമിൻ്റെ ലിങ്കോട് കൂടി ഉണ്ടാവും. അതിൽ ടച്ച് ചെയ്യുക. അപ്പോൾ സൂം ഓട്ടോമാറ്റിക്കലായിട്ട് ഇതേപോലെ തുറന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സൂം ഇങ്ങനെ തുറന്നു വന്നു കഴിയുമ്പം ജോയിൻ മീറ്റിംഗ് ആണ്. മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ പുതിയൊരു മീറ്റിംഗ് ഇപ്പം ഒരു ദിവസം തന്നെ 10-15 മീറ്റിങ്ങുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് സൈൻ ഇൻ എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. ആ സൈൻ ഇന്നെ ടച്ച് ചെയ്യുക. അപ്പോൾ ഇമെയിലാണോ അല്ലെങ്കിൽ നമ്മൾ ഏതിലൂടെയാണ് നമുക്ക് കയറേണ്ടത്? ഗൂഗിൾ ചോദിക്കുന്നുണ്ട്, ഫേസ്ബുക്ക് ചോദിക്കുന്നുണ്ട്, SS ചോദിക്കുന്നുണ്ട്. നമുക്ക് ഏതാണോ ഉള്ളത് അതിനെ കണക്ട് ചെയ്യുക. ഗൂഗിൾ ആണെങ്കിൽ ഗൂഗിളിൻ്റെ പാസ്വേഡ് വേണം. അതുകൂടാതെ ഫേസ്ബുക്ക് ആണെങ്കിൽ അതിൻ്റെ പാസ്വേഡ് വേണം. ഓട്ടോമാറ്റിക്കലി ഞാൻ എൻ്റെ പേരും എൻ്റെ മെയിൽ ID-യും പാസ്വേഡും സേവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫേസ്ബുക്കിൽ ടച്ച് ചെയ്യാം. ഞാനത് ടച്ച് ചെയ്യുന്നു. ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ടച്ച് ചെയ്ത് കഴിയുമ്പം ഇത് ഓട്ടോമാറ്റിക്കലായിട്ട് കണക്റ്റ് ആകാൻ വേണ്ടി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കണക്റ്റ് ആകാൻ പോയി കഴിയുമ്പം അവിടെ സൂം ലോഞ്ച് സൂം എന്നും പറഞ്ഞൊരു ഇത് വരുന്നുണ്ട്. അതേൽ നമ്മൾ കൊടുക്കുക. അത് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഒരു ഇൻ്റർഫേസ് വരും. അവിടെ ഷെഡ്യൂൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഷെഡ്യൂളിൽ ടച്ച് ചെയ്യുക. അതിലൂടെ നമുക്ക് മീറ്റിംഗ് ക്രമീകരിക്കാം. ആദ്യം ഡേറ്റ് കൊടുക്കാം. ഇനി നമ്മുടെ ഹെഡിങ് എന്താണോ അതാണ് ജസീർ CYS നിന്ന് ഉള്ളതിന് പകരം തന്നെ നമ്മുടെ ഹെഡിങ് എന്താണോ അതാണ് അവിടെ മെൻഷൻ ചെയ്യേണ്ടത്. ഡേറ്റ് ഏതാണോ അതവിടെ മെൻഷൻ ചെയ്യാം. എത്ര സമയം തൊട്ട് എത്ര സമയം വരെ, ഫ്രം ടു അത് കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ളത് റിപ്പീറ്റ് നെവർ എന്നുള്ള ഓപ്ഷൻ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ സമയം അതിനകത്ത് വരത്തില്ല. ഇനി പാസ്കോഡ് എന്ന് ചോദിക്കുന്നിടത്ത് നമ്മൾ ഇതേപോലുള്ള സാഹചര്യം മാറ്റിയിട്ട് അതേ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പാസ്കോഡ് എന്ത് ചെയ്യും? നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇതവിടെ നിൽക്കട്ടെ. ഇത് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. എല്ലാം ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് അതെങ്ങനെ കണക്ട് ചെയ്യാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഈ സെറ്റിങ്സിനകത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ പേരെന്താണോ അതവിടെ കാണാൻ വേണ്ടി സാധിക്കും. സെറ്റിങ്സിനകത്ത് മീറ്റിങ്ങിൽ പോയി കഴിഞ്ഞാൽ ഇതേപോലൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇതുണ്ട്. സെറ്റിങ്സിനകത്ത് നമ്മൾ പോകേണ്ടത്, അതായത് നമ്മുടെ പേരിൻ്റെ അവിടെ തന്നെ മെൻഷൻ ചെയ്യുക, അല്ലെങ്കിൽ ബേസിക് എന്നുള്ളിടത്ത് മെൻഷൻ ചെയ്യുക, അല്ലെങ്കിൽ ഏറ്റവും മേളിലെ ലിങ്ക് ആ ഒരു ചെറിയ ഗ്യാപ്പ് കാണുന്ന ഭാഗത്ത് ചിലപ്പോൾ ഫോണിൻ്റെ പേരായിരിക്കും ഉണ്ടാവുക. അത് ടച്ച് ചെയ്യുക. അത് ടച്ച് ചെയ്ത് കഴിയുമ്പം നമുക്ക് പ്രൊഫൈൽ ഫോട്ടോ അത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൊഫൈൽ ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചൂസ് ഫോട്ടോ, ടേക്ക് ഫോട്ടോ എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ നമുക്കതിൽ മെൻഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി ഡിസ്പ്ലേ നെയിം, നമ്മൾ ഡിസ്പ്ലേയിൽ എന്താണ് നെയിം വരേണ്ടത്, അതായത് പേര് വരണം, അതിന് ലാസ്റ്റ് എന്താണ് നമ്മുടെ ഇത് വരേണ്ടത് അത് നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, ഇതാണ് ഈ ഒരു ഭാഗത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇതെവിടെ നിന്നാണ് എടുക്കേണ്ടത്? സെറ്റിങ്സിൽ പോയിട്ട് ബേസിക് ഓപ്ഷനിൽ പോയിട്ട് വേണം ഇതെടുക്കാൻ. ഇനി ഇവിടെ മീറ്റിംഗ് എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മീറ്റിംഗ് ഓരോരോ മീറ്റിങ്ങിൻ്റെയും കാര്യങ്ങൾ ഇതേപോലെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവും. അടുത്ത മീറ്റ് ആൻഡ് ചാറ്റ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. ഇവിടെയാണ് ന്യൂ മീറ്റിംഗ്, ജോയിന്, ഷെഡ്യൂള്, ഷെയർ സ്ക്രീന്. നമുക്കിതിലൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ സാധിക്കും. അതിനാണ് ഷെയർ സ്ക്രീൻ കൊടുത്തേക്കുന്നത്. ഷെഡ്യൂൾ കൊടുത്തേക്കുന്നത് നമുക്ക് ഈ മീറ്റിംഗ് നമുക്ക് എത്രമാത്രം ക്ലിയർ ആയിട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്ക് ഷെഡ്യൂൾ കൊടുത്തേക്കുന്നത്. അതിനകത്ത് എല്ലാ കാര്യവും ഇതേപോലെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഞാനൊരെണ്ണം പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നൊരു മീറ്റിംഗ്, അത് നമ്മൾ ഇന്നിപ്പം എടുക്കാൻ പോകുന്നത് ഇപ്പോൾ ഒരു 11 മണിക്കാണെന്ന് നമുക്ക് കണക്കൂട്ടാം. ആ 11 മണിക്കുള്ള മീറ്റിംഗ് ഞാൻ സെറ്റ് ചെയ്യാൻ പോവാണ്. അതിന് മീറ്റിംഗ് ഇത് കൊടുക്കുന്നത് എന്താ പറയുന്നത്, നമുക്ക് ബ്ലൂ ലൈഫ് BBO എന്ന് കൊടുക്കാം. ഓക്കെ, ഞാനത് മാത്രം ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇന്ന് 1-ാം തീയതി 1/5/2021 ഡേറ്റ്. ഓക്കെ, സമയം നമുക്ക് എത്ര മണിക്ക് കൊടുക്കാം? 9 മണിക്ക് കൊടുക്കാം. ഓക്കെ,
9 മണി അല്ലെങ്കിൽ 10 മണിക്ക് കൊടുക്കാം, 10 AM. അപ്പോൾ എത്ര മണി വരെ കിട്ടും? 40 മിനിറ്റ് ആണ്, 45 മിനിറ്റാണ് കമ്പനി പറയുന്നത്. കമ്പനിയല്ല, പിന്നെ സൂം പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ 10:45 എന്ന് കൊടുക്കാം. ഓക്കെ, അത് AM ആണോ PM ആണോ അത് കറക്റ്റ് നമ്മൾ നോക്കിയിട്ട് വേണം സെറ്റ് ചെയ്യാൻ, അവിടെ മിസ്റ്റേക്ക് വരരുത്. ഇനി നമ്മൾ ഈ പാസ്കോഡ് എന്ന് പറയുന്ന ആ ഭാഗത്ത് ടച്ച് ചെയ്യുക. ഈ പാസ്കോഡിൻ്റെ അവിടെ നമ്മൾ മാറ്റിയിട്ട് ഇപ്പോൾ എന്താണ് നമുക്ക് പാസ്കോഡ് വേണ്ടത്. ഇപ്പം ഞാൻ കൊടുക്കുമ്പോൾ ഈഗിൾ എന്ന് കൊടുക്കാറുണ്ട്, ചിലപ്പം 555 കൊടുക്കാറുണ്ട്, അങ്ങനെ പല ഇതും കൊടുക്കാറുണ്ട്. അപ്പം എന്താണ് പാസ്കോഡ് വേണ്ടത് അതേ കൊടുക്കുക, എന്നിട്ട് ഡൺ കൊടുക്കുക. ഓക്കെ, ഡൺ കൊടുത്തു കഴിയുമ്പം നമുക്കൊരു ഇൻ്റർഫേസ് വരും. അത് ജിമെയിലിലോട്ട് പോയിട്ടുണ്ടാവും, മെയിൽ ID കണക്റ്റ് ആയിട്ടുണ്ടാവും എന്നുള്ള രീതിയിൽ. സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ തൊട്ടേ സ്റ്റാർട്ട് ചെയ്യും. അതാണ് ഇതിൻ്റെ കാര്യം കേട്ടോ. കാരണം 10 മണിക്ക് സമയം കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓൺ ദി സ്പോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ആരാണോ അതിൻ്റെ ആൾ ആ വ്യക്തിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇൻവൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇൻവൈറ്റ് ടച്ച് ചെയ്യുക. അപ്പോൾ തന്നെ ഇതേപോലൊരു ഇത് വരും. ഇതിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. അതിനകത്ത് കോപ്പി ടു ക്ലിപ്പ് ബോർഡ് എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് വാട്സപ്പിൽ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് കോപ്പി ആയിട്ടുണ്ടാവും. ഇനി ഇതേ മീറ്റിംഗ് ID തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീണ്ടും ഒരു 10:45 കഴിഞ്ഞിട്ട് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും? 10:45 ശേഷം ഇപ്പോൾ 11 മണി തൊട്ട് 11:45 വരെ നമ്മൾ സമയം എടുത്തിട്ട് ആ സമയം സെലക്ട് ചെയ്ത് ഇതേ പാസ്കോഡ് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? അത് വീണ്ടും ആ ഒരു രൂപത്തിൽ മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പൂർണ്ണമായ കാര്യങ്ങൾ. എന്തായാലും ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുന്ന രീതിയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും നേരം ക്ഷമയോടുകൂടി ഇത് വാച്ച് ചെയ്തതിന് നന്ദി പറയുന്നു. ഇപ്പോഴും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഡയമണ്ട്സ് ഈഗിൾ. ഓക്കെ, എല്ലാ മെമ്പേഴ്സും നല്ലൊരു ദിനം ആശംസിക്കുന്നു. സേഫായിട്ടിരിക്കുക, നല്ല ആരോഗ്യത്തോടെ. താങ്ക് യു.